യേശുവിനെതിരെ ഇന്ന് ഫസ്റ്റ് FIR അവർ ഫയൽ ചെയ്യുകയാണ്. കാര്യം ഇത്രയും നാളും കുറേയധികം ആരോപണങ്ങളുണ്ട്. പക്ഷേ ഈ ആരോപണത്തിൻ്റെ പേരിൽ അവർക്ക് കാമ്പൊന്നും കിട്ടിയില്ല. FIR ഫയൽ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇന്ന് കൃത്യമായിട്ട് അവർ കിട്ടി. കാര്യം അവർ കല്ലെറിയാൻ നിൽക്കുന്ന സമയത്ത് യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ കല്ലെറിയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നീ ദൈവദൂഷണം പറഞ്ഞു, നീ നിന്നത്തിന് ദൈവമാക്കി. അതാണ് അവനെതിരെയുള്ള ഫസ്റ്റ് ആരോപണം, ഫസ്റ്റ് FIR. അങ്ങനെ അവനെതിരെയുള്ള ഫസ്റ്റ് ആരോപണം അവർ എഴുത്തിറക്കുകയാണ്. അവനെ തന്നെ ദൈവമാക്കിയിട്ടുണ്ട്. യേശു ഇതിന് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ വചനത്തെ കോട്ട് ചെയ്താണ് യേശു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അത് മാത്രമല്ല, യേശു ഒരു കാര്യം കൂടി പറയും, ഞാൻ ഈ ചെയ്ത അത്ഭുതങ്ങളൊക്കെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർക്ക് മനസ്സിലായില്ല. കാര്യം യേശുവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും അതുപോലെ പെരിഫറലായിട്ട് കണ്ടവരാണ് ഈ യഹൂദരും മനുഷ്യരെല്ലാവരും. അതിനപ്പുറത്തേക്ക് അതിലൊരു ദൈവിക മഹത്വമുണ്ട്. സ്വർഗത്തിലെ പിതാവിന് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഭൂമിയിലെ മനുഷ്യപുത്രൻ ചെയ്തു തീർത്തത്. അത് ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയും ഭൂമിക്ക് രക്ഷയ്ക്ക് വേണ്ടി വന്നതാണെന്നുള്ള തെളിവാണ്. പക്ഷെ അവർ ഈ അത്ഭുതങ്ങൾ മാത്രം കുടുങ്ങി നിന്നു. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവർ ക്രിസ്തുവിലേക്ക് എത്തിയില്ല. വളരെ പെരിഫറൽ ലെവലിൽ മാത്രം അവർ യേശുവിനെ കണ്ടു. അതിൻ്റെ അപ്പുറത്തേക്കുള്ള യേശുവിലേക്ക് എത്താൻ അവർ പറ്റിയില്ല. ആ പറ്റാതെ പോയ ആ ഒരു ഇടത്താണ് അവർ യേശുവിനെ തെറ്റിദ്ധരിച്ചത്. അവർ യേശുവിനെതിരെ കുറ്റാരോപണം നടത്തിയത്, ദൈവദൂഷണം എന്ന ആരോപണം നടത്തി അവനെതിരെ അവർ FIR ഫയൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, ഈ അത്ഭുതങ്ങളൊക്കെ കണ്ണിൽ കണ്ടതിനപ്പുറത്ത് നിന്ന് ഹൃദയത്തിൻ്റെ ചില ഭാവങ്ങളുണ്ട്, സ്വർഗത്തിലെ ചില പദ്ധതികളുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലിയർ ആകും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ വഴി നടത്തുന്നതും ഒത്തിരി സങ്കടങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ കരവിരുത് നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ മനസ്സിലാവും. അതൊക്കെ സ്വർഗത്തിൻ്റെ ചില പദ്ധതികൾ നമ്മൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. നമ്മൾ ആ ഓരോ കരുതലിനെയും വളരെ പെരിഫറൽ ലെവൽ മാത്രം എടുത്താൽ നമ്മളും യേശുവിനെ കിട്ടിയില്ല എന്നൊരു തെളിവായി മാറും. യേശുവിനെതിരെ നമ്മളും ഒരു സമയത്ത് കുറ്റാരോപണം നടത്തിപ്പോവും. നമ്മൾ ചിന്തിക്കേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സ്വർഗീയ പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ്, അല്ലാതെ മനുഷ്യൻ്റെ കാഴ്ചയിലെ തുകലോലുപതയല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.